അപ്പൊ ഇന്ന് നമ്മ ചോന്ന മീനാണ് കറി വെക്കുന്നത്. ഇവിടുത്തെ 2 പിള്ളേർ ഈ ചോന്ന മീനും നങ്ക് അങ്ങനത്തെ തന്നെ കൂട്ടുള്ളൂ. ഒന്ന് നാരായണത്തിൽ ഇപ്പൊ ഇങ്ങനത്തെ തന്നെ മേടിക്കുന്നത്. ഇത് ഭയങ്കര പണിയാണ്. പിന്നെ ചൂളി കളയണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. മാങ്ങയിലിട്ട് വെക്കണം, നല്ല രസമാണ്. അപ്പൊ ഞാനിതൊന്ന് വേഗം മുറിക്കട്ടെ. നല്ല തല കൊടുത്തില്ല, കത്തുന്നില്ല. പുറത്തടുപ്പാക്കിയാലേ നമ്മൾ വാരിയിട്ട് കത്തിക്കാം. വലിയ നീളില്ലത് ഇട്ട് നോക്കാം. പൂച്ച കൊടുത്തിട്ടാണേ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതൊക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിര് കോരി നെറുകയിൽ പാട്ടാ പലർക്കും പോയിനി അല്ലേ. സാരമില്ല. ആ തര ആടെ ഇരിക്ക്. അല്ലോ ഒപ്പരം തന്നെ കയ്യാ. എന്നാ പിന്നെ ഇതാകുമ്പോ മുറിക്കട്ടെ, ബാക്കി വേസ്റ്റെല്ലാം ഇവർക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ മുറിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല വൃത്തിയൊന്ന് കഴുകി അല്ലേ, കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ അമരവാളാണ്. ഇതൊരു ഉപ്പേരിയാക്കണം. അപ്പോൾ നമ്മൾ കൈപ്പക്ക പുളിശ്ശേരിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. കൈപ്പക്ക പുളിശ്ശേരി ആക്കിയിട്ടുണ്ട്. അപ്പം മീൻ കൊണ്ടുവന്ന ചേരുവയിലൊക്കെ റെഡിയാക്കി ആക്കിയിട്ടുണ്ട്. എങ്ങനെ 2 ലക്ഷം വേണം. ആദ്യം കൈപ്പക്ക പുളിശ്ശേരി ആക്കിയത് അല്ലേ. അത് നമ്മൾ കാണിച്ചിട്ടൊന്നുമില്ല. നമ്മളെ ചോന്നമീൻ കറിയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ കറി. അപ്പം മുറിക്കട്ടെ, എന്നിട്ട് മീൻ കറിയാക്കാം അല്ലേ. അപ്പം നമ്മുടെ അമര ഇതാ മുറിച്ചിട്ടിട്ടുണ്ട്, തേങ്ങ ചെരിയിട്ടുണ്ട്. ഇല്ലാതെ ഇനി ഇത് ഉപ്പേരി ആക്കട്ടെ അല്ലേ. ഇത് ഉപ്പേരി ആക്കട്ടെ, ഇത് കാണിക്കൊന്നുമില്ല കേട്ടോ ഇന്ന്. ഇല്ല കൊളുത്തുന്ന കത്തുന്നില്ല. അത് ആടെ മീൻ കറി ആക്കുന്നത് ഇല്ല. അപ്പം നമ്മുടെ മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ആവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ അല്ലേ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മുടെ വാളംപുളിയുണ്ട്, മീനിട കഷ്ണാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ തക്കാളി, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ നമ്മുടെ പൊടികളുടെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഉപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്നാന്ന് പറയും, ഉലുവ. അപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക ആദ്യം. കുറച്ച് ഉലുവ മൂത്ത് വരട്ട്. ഇനി എന്നാണ് സാരില്ല, ഇഞ്ചി ഇട്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ചെറിയുള്ളി കൊണ്ട് ഇട്ട് കൊടുക്കുക. തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ തക്കാളി ഉള്ളിയിൽ ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയേ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വാളംപുളി ഉള്ള നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ല കുറച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടുള്ള കുറച്ചുകൂടെ വയ്ക്കുന്നില്ലേ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല നല്ല വൃത്തി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാല കിടന്നിട്ട് നമ്മുടെ മീൻ കൊണ്ടൊന്ന് പോകട്ടെ. ആ ചട്ടി ചെരിഞ്ഞാ വെച്ചത്, ചെറിയ ചെരിഞ്ഞ് ഒരു ഭാഗത്തേക്ക്. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പം കൂടെ ഒന്ന് തിളക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മുടെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ദേശം പെരിഞ്ചീരകേ. ദേശം പറഞ്ഞാൽ പൊടിച്ചതല്ല, കാണിക്കറാ, പൊടിച്ചതല്ലേ. അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നമ്മുടെ ആ പൊടിയും കൂടെ ഇതൊന്ന് ഇതാവട്ടെ അല്ലേ, റെഡി ആവട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ലേശം മുളക് പൊടിയും ചേർത്ത് അല്ലേ, കാച്ചി വെച്ചിനി അല്ലേ. ഉള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പിലയും ലേശം മുളക് പൊടി. അപ്പോൾ കറി റെഡിയായി. അപ്പോൾ ഇനി ചോറ് വയ്ക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ചോറ് വയ്ക്കലായി. അതെയാ, ചാടാൻ പാടില്ല. ചാടാൻ പാടില്ല. അതെയാ, പുളിശ്ശേരി പുളിശ്ശേരി വേണ്ട, ലേശം കൂടി കയ്പക്ക പുളിശ്ശേരി നല്ല ടേസ്റ്റാണ്. രണ്ടാൾ കയ്പക്ക പുളിശ്ശേരി കൂട്ടിയിട്ടാ ഇതാ ഇരിക്കുന്നത്. ചാറ് വഹിച്ചോ. ഇതെന്നാ വറവ്? ബീംസ് വറവുണ്ട്, ബീംസ് വറവുണ്ട്, നമ്മുടെ അമരവാള് വറവുണ്ട്. 2 വറവുണ്ട്. ഇത് അമരവാള് വേണ്ടേ, അമരവാള് വേണ്ടേ. അത് വറവ് ഇഷ്ടമാണ് ഉണ്ടാക്കും. നവലിന് വറവ് ഇഷ്ടമല്ലേ. നവലിന് പിന്നെ നല്ല ഇഷ്ടമാണ്. പെണ്ണുങ്ങൾക്കാ പോവുക, നവലിന് പ്രശ്നമൊന്നുമില്ല. ഇനി ഇന്നത്തെ സ്പെഷ്യലി നമ്മുടെ ചോന്നമീൻ കറി. കുറച്ച് ചാറ പച്ചമുളക് കഷ്ടമുണ്ടേ. എന്ത് പെണ്ണുങ്ങപ്പ നിങ്ങ? കൊടംപുളി എന്നല്ല, വാളംപുളിയാണ്. ഇവർക്ക് കൊടംപുളി പറ്റൂല. വാളംപുളി ചാറ കൊണ്ട് രണ്ടാക്കും ചാറ കൊണ്ട് വരും. എന്താ പോരം പറയണ്ട്. നല്ല കുഞ്ഞാണ്. അവലോട്ടിന് പറ്റും. അച്ഛാ മീൻകറി എന്താ നോക്ക്? മീൻകറി നല്ലതന്നെ. ഇതുണ്ടമ്മേ മീൻകറി കൂട്ടിയാ? മീൻകറി ചാറെന്നിട്ട് നിങ്ങൾ ചാറില വാങ്ങി അല്ലേ? പുളിശ്ശേരിയാ? ഇനി പുളിശ്ശേരി വേണ്ട, മതി. നമ്മള് മീൻ എന്താ മീൻകറി അല്ലേ? എല്ലാവരും കഴിക്കലായി. കപ്പക്ക പുളിങ്കറി അല്ലേ? കപ്പക്ക പുളിങ്കറി ഉണ്ട് കേട്ടാ. ചാറ് വേണം, ചാറ്. കൊറേ കറി എനിക്ക് ദേശാക്കിയാ മതി. ദേശം നമ്മൾ കൊടുക്കും.
കപ്പക്ക പുളിങ്കറി സൈഡിലാക്കി അപ്പോൾ കുറേ കറി ആയിക്കോട്ടെ ഇന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി കൈപ്പക്ക പുളിശ്ശേരി ഉണ്ട്, കപ്പക്ക പുളിങ്കറി ഉണ്ട്, നമ്മുടെ തോരൻ അമരവാള തോരൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചുവന്ന മീൻ കറി, പിന്നെ ബീൻസ് വറവും. അതുപോലെ ഞാൻ കഴിക്കാം. ആദ്യം നമ്മുടെ കൈപ്പക്ക പുളിശ്ശേരി. ചെറിയ കയ്പും പുളിയും. അതിനിപ്പം നമ്മളിതാ കപ്പക്ക പുളിങ്കറി. ഇന്നത്തെ സ്പെഷ്യൽ ചോനമീൻ. അത് കഷ്ണം വെക്കുക, ഇങ്ങനെ നമ്മൾ ആ പുളിങ്കറിയിലേക്ക് പുളിശ്ശേരിയിലേക്ക് വെക്കുക. ലേശം ചാറും എല്ലാം കൂടി മിക്സ് ആക്കുക. അമരവാള് മീൻകറി നല്ല അല്ലേ? അല്ലേ? ഒരിക്കൽ കഷ്ണം പറ്റൂല. ചോറ് നല്ല മക്കളാണ് കഷ്ണം തിന്നാതെ. നഷ്ടം ഇത് പൊരിച്ചതൊന്നും നഷ്ടം തിന്നണ്ടല്ലോ അല്ലേ? നമ്മൾ സൈഡാക്കിയതാണല്ലേ? വൈകുന്നില്ലേ? ഓള് തിന്നലുണ്ട്. അല്ല തിന്നൽ മക്കളെ കേട്ടാ. നമ്മുടെ കഴിച്ചോട്ടാ. ഓക്കെ വേഗം താറ്റോട്ടാ. ഇത് മറക്കളയോ കേട്ടാ. അമ്മ താറ്റ അത്ര താറ്റ. ഓക്കെ നമ്മൾ കഴിച്ചോട്ടാ.